ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മഞ്ജൂസ് വേൾഡ് 11. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് മൂന്നാർ കുറുമല ഭാഗത്താണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകാം. എൻ്റെ ഫ്രണ്ട് ജോയൽ ഉണ്ട് കൂടെ, അവൻ്റെ അനീത്തിയുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയ കട കാണാൻ പോകാം. ഇപ്പോൾ ഇവിടുത്തെ അപ്പോൾ ഗൈസ് ഇതാണ് ഇവിടുത്തെ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞത്. ഞാൻ കാണിച്ചു തരാം. അല്ലേ വല്ലു, ഇതാണ് നമ്മുടെ ഷോപ്പ് എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ രാവിലെ 9 മണി തൊട്ട് 10 മണി വരെ ഉണ്ട് കേട്ടോ. ചെറിയൊരു വിൻഡോയാന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്ത് നിറച്ച് സാധനങ്ങളാണ്. 3 മണിക്കാണ് തുറക്കുന്നത്. ശരിയാ, രാവിലെ 10 മണിക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 3 മണിക്ക് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് തേയിലക്കാടൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. ഇവിടെ നിറച്ച് ആൾക്കാരുണ്ടോ? ആൾക്കാർ എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാരൊന്നും ഇല്ല. കോളനി നമ്മൾ താമസിച്ച കോട്ടേജ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നിങ്ങൾ മൂന്നാർക്ക് പോകുന്ന വഴി. അവിടെ നിറച്ച് കോളനീസാണ്. ഇതാണോ അടുത്തെന്താ മല്ലു? ഗൈസ് ഇത് നമ്മുടെ ടാപ്റ്ററിൻ്റെ ഒക്കെ ബാക്കിൽ ഹുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവമാണ്. ഈ തേയിലക്കാടിനുള്ള മരുന്ന് അടിക്കുന്നതാണ്. ഗൈസ് ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞത്. പിന്നെ വരുന്നത് ടെമ്പിളാണ് ഗൈസ്. ടെമ്പിൾ ഗൈസ് ഒരു വാവയുണ്ട് അവിടെ. അപ്പോൾ ഗൈസ് ഇതൊരു നമ്മുടെ ടെമ്പിളാണ് മല്ലു. ഇത് മിറ്റിൽ വെച്ച് ആർച്ച് ചെയ്തേക്കുന്ന പരിപാടിയാണ്. ഒറിജിനൽ മിറ്റിൽ വെച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല കേട്ടോ. അടിപൊളി. നമുക്കിത് ബാക്കിലോട്ട് പോകാം. ഇവിടെ ഇതുണ്ടോ, ഒരു ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഫോട്ടോ കേട്ടോ. ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് ഇവിടെ ഇത് സംഭവം നമുക്ക് മനസ്സിലായില്ല എന്താ അറിയിപ്പോൾ ഗൈസ്. ഇവിടെ ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. മഞ്ജൂസ് അവിടെ എന്താ? അവിടെ ഗൈസ് അതുണ്ടോ, അവിടെ നല്ല മിറ്റിൽ വെച്ചുള്ള ആർക്കാണ്. ഒന്നും പറയാനില്ല. മേലാണ് നല്ല സീനായിട്ടുള്ളത്. ഗൈസ് എന്താണ് എനിക്ക് മനസ്സിലായില്ല. അകത്തുവല്ലോ ഉണ്ടോ ഒന്നും മനസ്സിലായില്ല. ഇതാണ് നമ്മുടെ തേയില എന്ന് പറഞ്ഞത്. നമുക്ക് ഫസ്റ്റ് മല്ലു നമുക്ക് താഴെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് മുകളിലോട്ട് വരും ഗൈസ്. നമുക്ക് അവിടം വരെ ഒന്ന് പോവാം. ഇതുണ്ടോ, ഇത് നല്ല രസമാണ് ഗൈസ് കാണാൻ. ഒന്നും പറയാനില്ല. ഓടല്ല, ഇതൊന്നും നല്ല കുടിക്കാൻ പറ്റിയ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് ഗൈസ്. നമ്മുടെ മല്ലു അപ്പോൾ നമുക്ക് പോയിട്ട് നോക്കാം. നല്ല തേയിലയാണ്. ഇത് വെച്ചാണ് നമുക്ക് ടീ പൗഡറൊക്കെ കിട്ടുന്നത്. ഒരെണ്ണം പറിച്ചു നോക്കാം. കണ്ടോ ഗൈസ്, അതൊക്കെ നമ്മൾ ഉണക്കിയെടുത്ത് അത് പൊടിച്ചെടുക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് ആ പാലം ഒന്ന് നോക്കാം. ഈ വെള്ളം പോകുന്നത് നല്ല രസമാണ് കേട്ടോ വെള്ളം പോകുന്നത് കാണാൻ. ഒന്നും പറയാനില്ല. മലയിൽ പോയിട്ട് വേണം നമ്മൾ വഴിയാണ്. നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇതിലേ കയറിയല്ലോ. ക്യാമറ ആയിട്ട് വീഡിയോ വല്ലുവേ. തിരിച്ചു വരുമ്പോൾ ഇതിലേ കയറി കഴിഞ്ഞാൽ പക്ഷെ എൻ്റെ മോനെ ഗൈസ് ഒന്നും പറയാൻ നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. കണ്ടോ, ഗ്രൗണ്ട് പോലെ അടിപൊളിയാണ് കേട്ടോ. അങ്ങോട്ടൊന്നും പോകണ്ട. അവിടെയൊക്കെ ചിലപ്പോൾ നമ്മുടെ എന്നെ കാണാൻ കാണും. അറിയാതെ എങ്ങനെ താന്നു പോയാലേ. നല്ല അടിപൊളിയായിട്ടുള്ള പാലമാണ് ഗൈസ്, അടിപൊളിയായിട്ടുള്ള പാലം. അപ്പോൾ ഗൈസ് മല്ലു ഗോപ്രം എടുക്കാൻ പോയേക്കാണ്. അത് നമുക്കിവിടെ നോക്കാം. നല്ല ഇതായിട്ടോ വരുന്നത്, നല്ല വാട്ടറാണ് വരുന്നത്. പിന്നെ ഇവിടെ മാത്രം ഇച്ചിരി ഒരു കലക്കം വരുന്നുണ്ട്. അവിടുന്ന് വരുന്ന ആ ഒരു ശുദ്ധമായ വെള്ളം കണ്ടോ. ഇതൊരു കുപ്പിയിൽ വെച്ചാൽ അടിപ്പം വെള്ളമാണ്. ഒന്നും പറയാനില്ല. കണ്ടോ, കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്കിവിടെ ഈ ബ്രിഡ്ജ് നല്ലൊരു അടിപൊളി ബ്രിഡ്ജാണ് ഇവിടെ വരുന്നത്. നല്ല രസമുണ്ട്. കണ്ടോ, അവിടെയൊക്കെ കാണാൻ എന്നെ അടിപൊളിയെന്ന് അറിയാമോ. അവിടെ അടിപൊളി, ഒന്നും പറയാനില്ല കേട്ടോ. പക്ഷെ അങ്ങോട്ടൊന്ന് പോയാലോ? വേണ്ട ഗൈസ്, അവിടെ ചെറുതായിട്ടൊരു കുഴിയൊക്കെ കാണുന്നുണ്ട്. വേണ്ട, അവിടെ അതിനും പോകാം. നമുക്ക് പിന്നെ പോകാം. അവിടെ ഗൈസ് ഇതാണ് മെയിനുള്ളൊരു ലുക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ കിടക്കുവാണ്, വലിയൊരു പ്രദേശമാണ്. നമ്മളിപ്പോൾ വന്നേക്കുന്നത് എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെന്ന് വെച്ചല്ല, ഇവിടെ ഒരാളെ വീട്ടിൽ വന്നതാണ് നിലവിൽ. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. കുറേ ദിവസമായി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഈ വീഡിയോസൊക്കെ. അപ്പോൾ മല്ലു വരുന്നുണ്ട്. മല്ലു ഗോപ്രം എടുത്തില്ലാടാ? ഗോപ്രം എടുത്തില്ലേ? ഇല്ലേ ഗൈസ്, ഗോപ്രം കിട്ടി കണ്ടില്ലേ നോക്കെ. അവളെ കൊണ്ട് കിട്ടോളാം. നമുക്ക് ഇതിലേ ഇങ്ങനെ അടിപൊളി വെള്ളം കണ്ടോ, കണ്ടില്ലോ ഇവിടെ നമ്മൾ ആണ്. നല്ല രസമുണ്ട് കേട്ടോ ഗൈസ് കാണാൻ. ഇതുണ്ടോ, ഇത് എന്ത് ചെടിയാണെന്ന് എനിക്കറിയില്ല. ഇവിടെയൊക്കെ കാണുന്നുണ്ട്. നല്ലൊരു രസമാണ്. നമുക്ക് ഇതിൽ കുറേ ചേട്ടന്മാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഗൈസ്. നമ്മുടെ പഴയ മിഠായികളിൽ കിട്ടുന്ന സ്റ്റിക്കറാണ് ഗൈസ്. ഇതുണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഇത് അവിടെ കുറേ നിൽപ്പുണ്ട്. ഈ യെല്ലോ കളർ നമ്മൾ ഒരു എതളേ ഉള്ളെന്ന് വിചാരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ 2 ഇതായിരിക്കും. ആണോ, നല്ല ഭംഗിയുണ്ട് ഗൈസ്. നല്ല ഓണത്തിനൊക്കെ പൂക്കേണ്ട സാധനം ഇപ്പോഴാണ്. ശരിയാ,
ഇവിടത്തെ നല്ല ട്രെക്കിംഗ് ആണ് നമുക്ക് നടക്കാൻ. ജീപ്പ് ഇതുണ്ടോ തേയിലേന്റെ വേര് ഉണ്ടോ തേയിലേന്റെ വേര്? പക്ഷെ അതൊക്കെ എന്ത് ഗുഹ പോലെ നിൽക്കുന്നുണ്ടോ? നല്ല വലിയൊരു വേലക്കാണ് ഗൈസ്. ശരിയാ ഗൈസ്. ഇതാണ് നമ്മുടെ കോളനിയാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഇവിടെ കയറി എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇതൊക്കെ ഓരോരോ വീടാണ് ഗൈസ്. അത് നോക്കുക. അവിടെ തന്നെ അല്ലോട്ടോടാ. തമിഴൊന്നും അറിയില്ല. നമ്മൾ താമസിക്കുന്ന അവിടെയായിട്ടാണ്. നമ്മൾ താമസിക്കുന്നത് അവിടെയാണ്. നല്ല ഒടുക്കത്തെ വ്യൂ ആണ് കേട്ടോ. സെറ്റപ്പ് വ്യൂ ആണ്. ശരിയാ. മലയിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ നല്ല തണലുള്ള തേയിലക്കാടാണ്. ശരിയാ. ഇവിടെ ഇതൊരു കോളനിയാട്ടോ. നമുക്കത് ഇവിടെ നിന്ന് റിട്ടേൺ പോവാം. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശരി, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൊത്തം വഴി മാത്രമേ ഉള്ളൂ. ഹായ് ഗായ്സ്, നമുക്കിനി നടന്നു പോവാം. നല്ല നിസ്സാരമായിട്ട് പോകാം. നല്ല ചെരുപ്പ് തെന്നിയങ്ങനെ ഉപയോഗിക്കാൻ ഞാൻ പോകും. ക്യാമറയും പോകും, ഞാനും പോകും. ശരി, നല്ല വെയിലാണ്. ഇന്നലെ രാത്രി ഭയങ്കര തണുപ്പായിരുന്നു. തണുത്ത് വിറച്ച്. ഇപ്പൊ വെയിൽ കാരണം നിക്കത്തില്ല. പിന്നല്ലേ ശരി. ഇന്നലെ എന്തോ അറിയോ? ശരിയാ. ശരിയാ. ഇതാണ് നമ്മളിപ്പോ ഇങ്ങോട്ട് വന്ന ബ്രിഡ്ജ്. നല്ല ബ്രിഡ്ജൊക്കെ തന്നെ. തേയിലക്കടന്ന് കാണുമ്പോ നമുക്ക് ഒരു ഡോഗി അവിടെ കിടന്ന് എന്തോ കാണിക്കുന്നുണ്ട്. ആ മല്ലു സ്പൈഡർമാൻ കയറുന്ന പോലെ. മല്ലു ഞാൻ കയറട്ടെ? ക്യാമറ പോവോ? ഗൈസ് ഒരു മിനിറ്റ്, എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നമുക്കൊന്ന് കയറി നോക്കാം. എന്നെ വീഴുവോന്നൊരു സംശയം. മല്ലു ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ എത്തിയിരിക്കുന്നു. മൗണ്ടൻ എവറസ്റ്റ്. അയ്യോ, ഒന്നും പറയാനില്ല. പക്ഷെ എൻ്റെ മോനെ, ഞാൻ പോലും ഇത്രയും വിചാരിച്ചിട്ടില്ല. മല്ലു നമുക്ക് അവിടെ പോവാം. അപ്പൊ നമുക്ക് ആ ഉള്ളിലേക്കൊന്ന് കയറി പോവാം. വല്ലാത്തൊരു ചൂട് തന്നെ. നല്ലതാണോ ചോദല്ലേ? പിന്നല്ലേ. അവന് ചെറിയ നാണമാണ് അവന്റെ ഫേസൊക്കെ കാണിച്ചത്. ഗൈസ് ചുമ്മാ തരലുന്നതാണ്. രാവിലെ തന്നെ പെട്ടെന്ന് വീഡിയോ എടുക്കാന്ന് പറയും. ചെറിയ തവണ ഈ മഴ പെയ്യാൻ സാധ്യത കൂടുതലാണ് ഗൈസ്. നമ്മുടെ ഒറ്റ മഴ. ഇതെന്താ ഇതെവിടെയാടാ? റോഡാണ്. നമുക്ക് റോഡിൽ കൂടെ കയറി എൻ്റെ അമ്മേ കയറിപ്പോയി നോക്കാം. നല്ല ഫാക്ടറി ഉണ്ട്. വലിയൊരു ഫാക്ടറിയാണ്. നിങ്ങളെ കാണിക്കാനുള്ള ഗതിയിലില്ല ഞങ്ങൾ. ഇന്നലെ വണ്ടി വന്ന ശരിയാ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ശരിയാ. അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മൂന്നാർ സിറ്റിയിൽ നിന്ന് വീഡിയോ എടുക്കാൻ. പക്ഷെ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. അതുകൊണ്ട് ചെറുതായിട്ട് ഇവർ റേഞ്ച് കുറവാണ്. രാവിലെ ആയിരുന്നു സെറ്റ്. രാവിലെ എല്ലാം കൂടെ കഴിച്ച് നല്ല സ്റ്റെപ്പ്. എൻ്റെ അമ്മോ, നല്ല റോഡ് ഇതൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കാണ് ഗൈസ്. ഗ്യാസ് അത് കണ്ടോ ഗൈസ്, വിന്റേജ് ലുക്കുള്ള തേയിലക്കാടാണ് ഗൈസ് ഫുള്ള്. ഗൈസ് ഒരു ബൈക്കുകാരൻ വരുന്നുണ്ട്. നല്ല വീഡിയോ എന്ത് ചെയ്യുന്നു. അതെ, കാണുന്ന ഒരു വീടാണ്. അത് ഒറ്റ വീടാണ്. ഇവിടെ ഫുള്ള് അതാണ് ഒരു മൊട്ടക്കുന്ന് ഗൈസ്. എൻ്റെ മോനെ, ഇനി നമുക്ക് അവിടെ വരെ പോയിട്ട് തിരിച്ച് നടക്കാം. അതെ ഗൈസ്, നമുക്ക് ആ വീടിൻ്റെ ഫ്രണ്ട് വരെ. ശരിയാ. അവിടെ കുറെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് നല്ല രസമാണ് ഇവിടെയൊക്കെ കാണാൻ ഗൈസ്. പിന്നെ വേറെ കുഴപ്പം ഗൈസ്, നമുക്ക് പോവാം. എൻ്റെ മോനെ, ഒന്നും പറയാനില്ല കേട്ടോ ഗൈസ്. ഫുട്ബോൾ കളിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെയാ. അത് മൊത്തം കാണാടോ, കാണുന്ന പോലെ അല്ല കേട്ടോ ഗൈസ്. ചവിട്ടിയെ താന്നു പോകുന്ന ഒരു പാടാണ്. എൻ്റെ മോനെ, ഈ റോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ എന്താ ഗൈസ്, അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. അവിടെ കാല് വെക്കാൻ പറ്റുമോ? അവിടെ ചെറിയൊരു പശു ഉണ്ട്. ഓ ഗൈസ്, ഇപ്പൊ വീണേനെ. സ്പൈഡർമാൻ ഒരാളെ അങ്ങ് മോളിൽ ചെന്നിരിക്കുന്നു. മല്ലു ഇറങ്ങിക്കൂടെ ചിലപ്പോൾ ഡ്രിഫ്റ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അവിടെ കണ്ടോ ചെറിയൊരു പശു അവിടെ ഉണ്ട്. നമുക്ക് അതിനൊന്ന് നോക്കിയിട്ട് വരാം. ഓ ഗൈസ്, ചെറിയ പശു. നടക്കടാ.
കുറെ പേരാണ് അവിടുന്ന് വരുന്നുണ്ട് കുറച്ച് പേരൊക്കെ നമ്മളെ കണ്ട്. അയ്യോ അവിടുന്ന് ഇങ്ങനെ മല വീഴാൻ പറ്റുന്ന നേരെ നിൽക്കണേ കണ്ടോ എന്നാ സെറ്റപ്പാല്ലേ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. മറ്റേ ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ്. ശരിയാ, അതൊരു കമ്പനിയുടെ തേയിലത്തോട്ടാണ് ഈ ഫുള്ള് കാണുന്നത്. ഇത് നമ്മുടെ റിപ്പിൾ എന്നടാ അതിന്റെ കമ്പനിയുടെ പേര്? റിപ്പിൾ അല്ലല്ല, ഇത് ടാറ്റക്കാരുടെ ടാറ്റയുടെ എന്ന് പറയുന്നത്. ടാറ്റയുടെ തേയിലയാണ് ഗൈസ് മൊത്തം. പക്ഷെ ഇവിടുന്ന് എടുക്കുന്ന ഈ തേയിലേന്റെ ഈ ഇല ഉണ്ടോ, ഈ ഇല ഇവിടുന്ന് എടുക്കുന്ന ഈ ഇലയും കൊണ്ടാണ് ഇവര് നമുക്ക് റിപ്ലി എന്ന് പറഞ്ഞൊരു റിപ്ലി അല്ല അങ്ങനല്ലേ അതിന്റെ ഒരു ചായപ്പൊടി ഉണ്ടാക്കുന്ന ആ ഒരു ഇത് വെച്ചാണ്, ഈ ഒരു ഇല വെച്ചാണ് ചായപ്പൊടി ഉണ്ടാക്കി കിട്ടുന്നത്. അപ്പുറം ആ കാണുന്ന ഒരു നിങ്ങൾ കാണാമെന്ന് അറിയത്തില്ല, അവിടെയാണ് നമ്മുടെ ഒരു അവിടെ റിപ്പിളിന്റെ ഓഫീസ്, മറ്റേ പൊടി ആക്കുന്നത്. നല്ല രസമുള്ള സ്ഥലമാണ്, നല്ല അപ്പോൾ കോളനിക്കാരൊക്കെ നടത്തുന്ന ഒരിതാണ്. നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഗൈസ്. ഇനി നമുക്ക് പയ്യെ അങ്ങോട്ട് തിരിച്ചു പോയാലോ ഗൈസ്. അപ്പം നമുക്ക് ആ വീടിന്റെ ഫ്രണ്ട് വരെ ഒന്ന് പോവാടെ ജോയില്. ഓ മൈ ഗോഡ്, ഞാൻ വെള്ളത്തിൽ ചാടും ഗൈസ്, വെള്ളത്തിൽ ചാടും ഗൈസ്. നല്ല വ്യൂ ആണ്, ഒന്നും പറയാനില്ല. മല്ലു ചാടിപ്പോയി ഗൈസ്. ഞാൻ ഇവിടെ നിന്നോളാം, എനിക്കൊന്നും പെയ്തുമായിട്ടൊന്നും ഗൈസ്. ഒടുക്കത്തെ ലുക്കാണ് ഗൈസ്. ആ വെള്ളത്തിൽ ചാടിയിരിക്കുന്നു ഗൈസ്. ഒരു ബേബി വരുന്നുണ്ട്. ഹായ് ഗൈസ്. ഗൈസ് അവനവിടെ നിൽക്കുവാണ്. അപ്പോൾ ഗൈസ് ഇതുണ്ട്, ഇവരൊക്കെ കോളനിക്കാരാണ്. നാം വാട്ടറിലാണ് ഗൈസ്. അവനിപ്പോൾ എടാ അവിടുന്ന് താഴെ വീഴൂടാ ഗൈസ്. അപ്പോൾ ഇതുണ്ടോ കുറേ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. ഞാൻ വരാം ഗൈസ്, നമ്മൾക്കും പോവാം. എൻ്റെ പൊന്നെ ഗൈസ്, ഞാൻ പയ്യെ ഇവിടെ ഒന്നും പോണേ, ഞാൻ ഒന്ന് കാലിട്ട് നോക്കാം. എൻ്റെ മോൻ തണുപ്പെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തണുപ്പാണ്. പില്ലാടി ഗൈസ്, എന്നെ തണുപ്പാ അറിയോ. എൻ്റെ മോനെ കാല് നമുക്കൊന്ന് കഴുകിയിട്ട് കയറാം, തണുത്ത് ഞാൻ ചാവും. ചൂടുണ്ടെന്നോ? ശരി ഗൈസ്, നമുക്ക് പയ്യെ നടക്കാം. നമ്മളെ മല്ലുണ്ട് അവിടെ. ഇതെന്താണെന്ന് എനിക്കൊരു പിടിയില്ല. ക്യാമറ വെള്ളം അല്ല ശരിയാ. അപ്പൊ ഗൈസ് നമുക്ക് ഇപ്പൊ ഇച്ചിരി കൂടി നടന്നിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം. അല്ലെങ്കിൽ നമ്മൾ ഒരു ചെറിയ ഉരുളോട്ടലാണ്. ഉരുളോട്ടല്ലാതെ അത് മണ്ണിടിഞ്ഞേക്കുന്നത്. നമ്മളെ മല്ലൂസ് ഇതുണ്ട്, ഇവിടെയൊക്കെ മണ്ണിടിഞ്ഞെടുക്കണം. സൂപ്പറാണ് ഗൈസ്. ശരിയാ, നിങ്ങൾ ഇതുവരെ ശരിയാ. അപ്പൊ അന്ന് നമുക്കൊരു ചെറിയതായിട്ട് മഴ പെയ്തായിരുന്നു, അതുകൊണ്ട് നമ്മൾ പാർട്ട് 2 ഇടും. അല്ലെങ്കിൽ ഒറ്റ വീടിന്റെ കാര്യമല്ലായിരുന്നു, പിന്നെ പാർട്ട് 2 ഇട്ടു ഗൈസ്. മഴ പെയ്തു. അപ്പൊ പാർട്ട് 1 കണ്ടിട്ട് വേണം പാർട്ട് 2 ആണ്, അല്ലെങ്കിൽ മനസ്സിലാവത്തില്ല കേട്ടോ ഗൈസ്. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഗൈസ്, ഇവിടെ വെള്ളം ഒഴുകി പോകാൻ ചെറിയൊരിത്. ഇവിടെ ഇടിഞ്ഞിടൊക്കെ ഉണ്ടോ ഗൈസ്? അതാ മണ്ണ് ഒലിച്ചു വന്നതാണ്. അവിടെ തേയിലക്കാട്ടിൽ അവരൊരു പേടിയില്ലാതിരിക്കുകയാണ്, എപ്പോഴും കടിക്കുക പോലെ.